അതിന് ഇത് കേരളമായതുകൊണ്ട് കേരളം അതിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ബാക്കിലുള്ള ആദ്യം തുടക്കം, അതിൻ്റെ ഒരു തുടക്കമാണ് ഇതെല്ലാം. ഇതിൽ നിന്നും തുടങ്ങിയിട്ട് അതിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെ ഇതേ വിഷയങ്ങളാണ്. അവിടെ ആദ്യം ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ ബീഫ് നിരോധനം തുടങ്ങി, പിന്നെ ബീഫ് കൊണ്ടുവന്ന ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി, ബീഫ് കയറ്റി വരുന്ന വണ്ടികൾ തല്ലി തകർക്കാൻ തുടങ്ങി, ബീഫ് കവറിലാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊലപാതകം വരെ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ തുടക്കമായിരിക്കും ഇവിടെ. അപ്പോൾ ഇതേപോലെ ഇനി അല്ല, ഇതിന്റെ മൗനം പാലിച്ചത് ഇതേപോലെ ആയിരിക്കും. ആദ്യം ബീഫ് ദൃശ്യമാധ്യമങ്ങളിലാണ് തുടക്കം. ഇന്ന സംഭവത്തിൻ്റെ ഫോട്ടോ പാടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കരുത്. ഇനി അത് മെല്ലെ മെല്ലെ കടകളിലോട്ട് വരും, വ്യാപിപ്പിക്കും. കടകൾ നിന്ന് നമ്മൾ പാചകപ്പുരയിലോട്ട് വരും, അത് കൊണ്ടുവരുന്നവരടുത്ത് വരും. അങ്ങനെ മെല്ലെ മെല്ലെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന വിധത്തിലാണ് അവരിത് വിത്ത് പാകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു? പണ്ട് ആരോ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, എല്ലാവരെയും കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു ബസ്സിൽ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തല്ലുണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടി കൂട്ടുപിടിക്കുന്നവരെ കുറിച്ച് പറയാം. ഇതിനൊക്കെ എപ്പോഴെങ്കിലും ഒരു അവസാനം ഉണ്ടാകും. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാ സപ്പോർട്ടും ഹാലിന് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? പിന്നെ